ശരിക്കും പറഞ്ഞാൽ തെക്ക് നിന്ന് വന്ന കായ് എന്ന അർത്ഥത്തിലാണ് തെൻകായ് എന്ന വാക്ക് ലോപിച്ചാണ് മലയാളത്തിൽ തേങ്ങ എന്ന വാക്കുണ്ടായത്. മലയാളിക്ക് എന്ത് നൽകുന്ന വൃക്ഷം എന്ന അർത്ഥത്തിൽ കൽപ്പവൃക്ഷം എന്ന പേരും തെങ്ങിന് വന്നു. നാരീകേളം എന്ന പാലി ഭാഷയിൽ നിന്നാണ് നാളികേരം എന്ന പേര് വന്നതെന്ന് പറയപ്പെടുന്നുണ്ട്. അതായത് നാരീകേളം നാലുള്ള ഫലം. ന്യോക്കാലി എന്ന മലയം ഭാഷയിൽ നിന്നും വന്നാന്നും പറയപ്പെടുന്നുണ്ട്. ന്യോക്കാലി എന്നുള്ള പേര് മാറിയത് നാരികേലി എന്നുള്ള സംസ്കൃതം വാക്ക് വഴി അതിൻ്റെ രൂപമാറ്റം വന്നിട്ടാണ് നാളികേരം എന്നുള്ള പേര് വന്നതെന്ന് പറയപ്പെടുന്നു. ഹിന്ദിയിൽ നാരിയൽ എന്നുള്ള പേരും വന്നത് ഇതിൽ നിന്നാണ് പറയപ്പെടുന്നുണ്ട്. ഈ തെങ്ങ് കൃഷി ഏറ്റവും പ്രചരിപ്പിച്ച ആൾക്കാർ പോർച്ചുഗീസുകാരാണ്. അപ്പം പോർച്ചുഗീസ് ഭാഷയിൽ ചിരിക്കുന്ന മുഖം എന്ന വാക്ക് അർത്ഥം വരുന്ന വിധത്തിലുള്ളതാണ് കോക്കനട്ട്. വിഭജിക്കുന്ന കൊക്കോ എന്ന വാക്കിൽ കോക്കനട്ട് എന്ന വാക്ക് വരുന്നത്. ചകിരി പൊളിച്ചു കഴിഞ്ഞാൽ നമുക്ക് തൊണ്ട് നീക്കുകയും നമുക്ക് കാണാം ശരിക്കും 3 കണ്ണ്. നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരു ചിരിക്കുന്ന മുഖം ഒരു മനുഷ്യൻ്റെ ചെറിയ മുഖം പോലെ നമുക്ക് ഫീൽ ചെയ്യും ശരിക്കും. കാരണം വെച്ചാൽ മനുഷ്യൻ്റെ സഹവാസം കൂടുതലുള്ള സ്ഥലത്ത് തെങ്ങ് കൂടുതൽ നന്നായി വളരുകയും ഏറ്റവും കൂടുതൽ കാഫലം തരികയും ചെയ്യും.